Good morning, dears. Next, our topic, then factory overhead. Previous class, overhead ne kurichittoru cheriyoru introduction thanirunnu. Overhead means all indirect expenses are also called as overhead. It may be indirect material cost, indirect labor cost, and indirect expenses. That means all cost except direct material, direct labor, and direct expenses are also called as indirect cost. Then it is also called as overhead. അപ്പോൾ ദെൻ ഇവിടെ മുൻപത്തെ ക്ലാസ്സിൽ ഓവർഹെഡിനെ കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി ഓവർഹെഡ് ക്ലാസിഫിക്കേഷനിലെ ദെൻ ഇറ്റ് മേ ബി ക്ലാസിഫൈഡ് ഇൻ ടു 4, ദറ്റ് ഈസ് ഫാക്ടറി ഓവർഹെഡ്, ഓഫീസ് ഓവർഹെഡ്, സെല്ലിംഗ് ഓവർഹെഡ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക്കിനെ കുറിച്ചൊരു ജസ്റ്റ് നിങ്ങളതിന് ഓർത്ത് നോക്കാം. എന്താ നമ്മൾ എടുത്തിരിക്കുന്ന ടോപ്പിക്ക്? എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് ആണ്. എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കമ്പോണൻസ് ഓഫ് കോസ്റ്റ് ഇൻ ടോട്ടൽ കോസ്റ്റ് ഈസ് കോൾഡ് ആസ് എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ്. ടോട്ടൽ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുമ്പോൾ അതിൽ ഓരോ കോസ്റ്റുകളെയും നമ്മൾ പല തട്ടുകളിലായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ കോസ്റ്റുകളെയാണ് നമ്മൾ എന്താ പറയുക? എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് എന്ന് പറയുക. ഈ എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റിൽ മെറ്റീരിയൽ കോസ്റ്റ് ഉണ്ടാവാം, ലേബർ കോസ്റ്റ് ഉണ്ടാവാം, അതുപോലെ തന്നെ എക്സ്പെൻസസ് ഉണ്ടാവാം. അപ്പം മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസസ്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. അങ്ങനെ വരുന്ന എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളെയും നമ്മൾ ഓവർഹെഡ് എന്ന് പറയുന്ന ഒരു ഹെഡിലാണ് കൊണ്ടുവരിക. അപ്പോൾ ഈ ഓവർഹെഡ് ഏതുമായിട്ട് റിലേറ്റഡ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓവർഹെഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ക്ലോസ്ലി റിലേറ്റഡ് ടു ഫാക്ടറി. ഇറ്റ് ഈസ് ക്ലോസ്ലി റിലേറ്റഡ് ടു സെല്ലിംഗ്, റിലേറ്റഡ് ടു ഡിസ്ട്രിബ്യൂഷൻ, അഡ്മിനിസ്ട്രേഷൻ, എക്സെട്ര. ഇത്തരത്തിലുള്ള വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലും എന്ത് വരുന്നുണ്ട്? ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ വരുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഇതിനെ കറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഗ്രൂപ്പ് ചെയ്യണം. അപ്പോൾ അതിൽ ഫാക്ടറി ദെൻ ഫസ്റ്റ് വൺ ഈസ് ഓവർഹെഡിലെ ഓവർഹെഡ് എക്സ്പെൻസസ് മേ ബി ക്ലാസിഫൈഡ് ഇൻ ടു 4, ദറ്റ് ഈസ് ഫസ്റ്റ് വൺ ഈസ് ഫാക്ടറി ഓവർഹെഡ്, സെക്കൻഡ് വൺ ഈസ് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്, ആൻഡ് സെല്ലിംഗ് ഓവർഹെഡ്, ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്. Then factory overhead. Factory overhead means it refers to all indirect cost incurred in connection with production. That means it refers to all indirect cost incurred in connection with production. They are expenses incurred in the factory for converting the raw materials into finished goods. They consist of indirect material, indirect labor, and indirect expenses incurred in the factory. Factory overhead, also known as work overhead, production overhead, manufacturing overhead, എക്സെട്ര. അതായത് ഫാക്ടറി ഓവർഹെഡ് എന്ന് പറയുമ്പോൾ ഓൾ ഇൻഡയറക്റ്റ് കോസ്റ്റ് ഇൻഗേർഡ് ഇൻ കണക്ഷൻ വിത്ത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസസുകളെയും നമ്മൾ എന്തെന്നുള്ള പേരിലാണ് പറയുക? ഫാക്ടറി ഓവർഹെഡ്. അപ്പോൾ ഫാക്ടറിയിൽ ഉണ്ടായിരിക്കുന്ന എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസസിനെയാണ് നമ്മൾ എന്താ പറയുക? ഫാക്ടറി ഓവർഹെഡ് എന്ന് പറയുക. അതിന് എക്സാമ്പിൾ ഏതൊക്കെയാണ് പറയാൻ പറ്റുക? ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ, റെൻറ്റ്, റേറ്റ്സ്, ഇൻഷുറൻസ് ഓഫ് ഫാക്ടറി ബിൽഡിംഗ്, റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഫാക്ടറി ബിൽഡിംഗ്, ഡിപ്രീസിയേഷൻ ഓഫ് ഫാക്ടറി ബിൽഡിംഗ്, ഫാക്ടറി ലൈറ്റിംഗ് ആൻഡ് ഹീറ്റിംഗ്, വർക്ക് മാനേജേഴ്സ് സാലറി, idle time and overtime wages of workers, stationery and telephone expenses of factory, etc. അവിടെ ഫാക്ടറി ഓവർഹെഡ് എന്താ പറയുക? ഇറ്റ് റെഫേഴ്സ് ടു ഓൾ ഇൻഡയറക്റ്റ് കോസ്റ്റ് ഇൻഗേർഡ് ഇൻ കണക്ഷൻ വിത്ത് പ്രൊഡക്ഷൻ. They are expenses incurred in the factory for converting the raw materials into finished product. Raw materialsനെ ഫിനിഷ്ഡ് പ്രോഡക്റ്റുമായിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിൽ ഉണ്ടാകാവുന്ന എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസസുകളെയും നമുക്ക് എന്തെന്ന് പറയാം? ഫാക്ടറി ഓവർഹെഡ് എന്ന് പറയാം. ദേ കൺസിസ്റ്റ്, എന്തൊക്കെയാണ് ഫാക്ടറി ഓവർഹെഡ്? ആ എക്സാമ്പിൾസ് മറക്കരുത്, എപ്പോഴും ഞാൻ പഠിക്കാൻ പറയുന്നതാണ്. ഏതൊക്കെയാണ് ഫാക്ടറി ഓവർഹെഡിന് എക്സാമ്പിളായിട്ട് വരിക? ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ, rent and rates of insurance, factory building, then repairs and maintenance of factory building, depreciation of factory building, then factory lighting and heating, work managers salary, and then idle time and overtime wages of workers, stationery and telephone expenses of factory. ഇതെല്ലാം ഏത് ഹെഡിലുള്ളതാണ്? ഫാക്ടറി ഓവർഹെഡിലുള്ളതാണ്. അപ്പോൾ എന്താണ് ഫാക്ടറി ഓവർഹെഡ് എന്ന് മനസ്സിലായല്ലോ. ദെൻ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡിനെയാണ്. ദെൻ നെക്സ്റ്റ് ടോപ്പിക് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്. ഇറ്റ് റെഫേഴ്സ് ടു ഓൾ ഇൻഡയറക്റ്റ് കോസ്റ്റ് ഇൻഗേർഡ് ഇൻ കണക്ഷൻ വിത്ത് ദ general administration of the concern. They include indirect material, indirect labor, and indirect expenses incurred in connection with the general administration. അപ്പോൾ ജനറൽ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസസുകളെയും നമുക്ക് ഇതെന്ന് പറയാൻ പറ്റും?
ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ് എന്ന് പറയാം. ദെൻ അവിടെ എന്താ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ്, ദാറ്റ് മീൻസ് ഇറ്റ് റെഫേഴ്സ് ടു ഓൾ ഇൻഡയറക്റ്റ് കോസ്റ്റ് incurred in connection with the general administration of the concern. They include indirect material, indirect labor and indirect expenses incurred in connection with general administration. അതായത് ഓഫീസുമായി ബന്ധപ്പെട്ടോ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടോ മറ്റെന്തൊക്കെ തരത്തിലുള്ള ഇൻഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പെൻസുകളുണ്ടോ ആ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള എല്ലാ എക്സ്പെൻസുകളെയും ഒരൊറ്റ ഹെഡിലാണ് നമ്മൾ പേര് പറയുക. എന്താണത്? ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ്. കണ്ടോ? ദേ ആർ ഇൻഗേർഡ് ഫോർ പ്ലാനിങ് ആൻഡ് കൺട്രോളിങ് ദ ജനറൽ പോളിസീസ് ഓഫ് ദ ഓർഗനൈസേഷൻ. ദേ ആർ ഇൻഗേർഡ് ഫോർ പ്ലാനിങ് ആൻഡ് കൺട്രോളിങ് ദ ജനറൽ പോളിസീസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. Administration overhead include examples of administrative overhead. First one is salaries of general manager, office manager and employees. ഓഫീസ് മാനേജേഴ്സിനോ അല്ലെങ്കിൽ ഓഫീസ് എംപ്ലോയീസിനോ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൽ അഡ്മിനിസ്ട്രേറ്റീവ് ജനറൽ മാനേജറിനൊക്കെ കൊടുക്കുന്ന സാലറി ഇതെല്ലാം ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അപ്പോൾ ഇത് ഏത് ഹെഡിലാണ് നമ്മൾ കൊണ്ടുപോയി എഴുതുക? ഓഫീസ്, അതായത് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ്. അതിൽ സാലറീസ് ഓഫ് ജനറൽ മാനേജർ, ഓഫീസ് മാനേജർ ആൻഡ് എംപ്ലോയീസ്. Then next one is rent, rate and insurance of office building. Then repairs and maintenance of office building, depreciation of office building and furniture, stationery and telephone expenses of office, office lighting and heating, directors fees, auditors fees and legal charges. ഇതെല്ലാം ഒരൊറ്റ ഹെഡിലാണ് ഉൾപ്പെടുത്തുക. ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡുകളെയാണ്. അപ്പോൾ ഇത്തരത്തിൽ വരുന്ന ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളെയാണ് നമ്മൾ എന്ത് പറയുക? ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ് എന്നുള്ള പേരിലാണ് പറയുക. ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? സാലറീസ് ഓഫ് ജനറൽ മാനേജർ, സാലറി ഓഫ് ഓഫീസ് മാനേജർ, സാലറി ഓഫ് എംപ്ലോയീസ്, റെൻറ്റ്, റേറ്റ്, ഇൻഷുറൻസ് ഓഫ് ഓഫീസ് ബിൽഡിംഗ്, റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഓഫീസ് ബിൽഡിംഗ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് ഓഫീസുമായി ബന്ധപ്പെട്ടോ മാനേജേഴ്സ് സാലറിയുമായി ബന്ധപ്പെട്ടോ ഓഫീസ് എംപ്ലോയീസുമായി ബന്ധപ്പെട്ടോ എന്തൊക്കെ തരത്തിലുള്ള എക്സ്പെൻസുകൾ വരുന്നുണ്ടോ ഇതെല്ലാം ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറയുന്ന ഹെഡിലാണ് നമ്മൾ എഴുതുക. ദെൻ ഡിപ്രീസിയേഷൻ ഓഫ് ഓഫീസ് ബിൽഡിംഗ് ആൻഡ് ഫർണിച്ചർ. ദെൻ സ്റ്റേഷനറി ആൻഡ് ടെലിഫോൺ എക്സ്പെൻസസ് ഓഫ് ഓഫീസ്. ദെൻ ഓഫീസ് ലൈറ്റിംഗ് ആൻഡ് ഹീറ്റിംഗ്, ഡയറക്ടേഴ്സ് ഫീസ്, ഡയറക്ടറുടെ ഫീസ്, ഓഡിറ്റ് ഫീസ്, ലീഗൽ ഫീസ്. ഇതെല്ലാം ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ് എന്ന് പറയുന്ന ഹെഡിലാണ് ഉൾപ്പെടുക. അപ്പം ആദ്യം നമ്മൾ പറഞ്ഞ 3 പോയിൻ്റ് ഏതായിരുന്നു? ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ ആൻഡ് ഡയറക്റ്റ് എക്സ്പെൻസസ്. ഇത് 3 കൂടി ആഡ് ചെയ്ത് നമുക്ക് കിട്ടുന്നതാണ് അതിൻ്റെ ടോട്ടലാണ് പ്രൈം കോസ്റ്റ് എന്ന് പറയാം. പിന്നെ എല്ലാത്തിനെയും നമ്മൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് എന്നുള്ളതാണ് പറയുക. ഈ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളെ പറയുന്ന മറ്റൊരു പേരാണ് ഓവർ ഹെഡ് ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളത്. ആ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളിൽ ഫാക്ടറി ഓവർ ഹെഡ് ഉണ്ടാവാം. ഫാക്ടറി ഓവർ ഹെഡ് എന്ന് പറയുമ്പോൾ ഫാക്ടറിയിലുള്ള ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളാണ്. സെക്കൻഡ് വൺ ഈസ് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡുകൾ ഉണ്ടാവാം. ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ്, ദെൻ സെല്ലിംഗ് ഓവർ ഹെഡ്, പിന്നെ ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്. അവിടെ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡിൽ പറഞ്ഞു സാലറീസ് ഒക്കെ പറഞ്ഞു, അതെല്ലാം നമ്മൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളാണ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് സെല്ലിംഗ് ഓവർ ഹെഡ്. It refers to all indirect costs incurred in connection with the selling function. They are expenses incurred for creating and retaining demand for the product of the company. They consist of indirect material, indirect labor and indirect expenses incurred in sales department. And that is called as selling overhead. ദെൻ അവിടെ സെല്ലിംഗ് ഓവർ ഹെഡ് എന്ന് പറയുമ്പോൾ ഓൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് സച്ച് ആസ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ, indirect expenses incurred in sales department, that is called as selling overhead. Then selling overhead include the following, that is the first one is salaries and allowances of sales manager. അപ്പോൾ സെയിൽസുമായി ബന്ധപ്പെട്ടത്, അത് ഓഫീസുമായി ബന്ധപ്പെട്ടതല്ല. അപ്പോൾ സെയിൽസുമായി ബന്ധപ്പെട്ടുള്ളതെല്ലാം സെയിൽസ് ഓവർ ഹെഡ് എന്ന് പറയുന്ന രീതിയിലാണ് എഴുതുക. അപ്പോൾ സെയിൽസ് ഓവർ ഹെഡിന് എക്സാമ്പിൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാലറീസ് ആൻഡ് അലവൻസ് ഓഫ് സെയിൽസ് മാനേജർ ആൻഡ് സെയിൽസ്മാൻ, ട്രാവലിംഗ് എക്സ്പെൻസസ്, റെൻറ്റ്, ഇൻഷുറൻസ് ആൻഡ് ഡിപ്രീസിയേഷൻ ഓഫ് ഷോറൂം. കേട്ടോ? അപ്പോൾ സെയിൽസുമായി ബന്ധപ്പെട്ടത് ട്രാവലിംഗ് എക്സ്പെൻസ് ആവാം, റെൻറ്റ്, ഇൻഷുറൻസ്, ഡിപ്രീസിയേഷൻ ഓഫ് ഷോറൂം. ദെൻ next one is that is advertising and publicity expenses. Advertising and publicity expenses, bad debt written off, then expenses incurred for
entertaining customers, after sales service expenses and commission and discount allowed to customers. അപ്പോൾ സെയിൽസ് എക്സ്പെൻസസ്, സെല്ലിംഗ് ഓവർ ഹെഡുകൾ ഏതൊക്കെയാണ് ചോദിച്ചാൽ ഏതൊക്കെയാണ് പറയുക? സെല്ലിംഗ് ഓവർ ഹെഡ്, സാലറീസ് ആൻഡ് അലവൻസസ് ടു സെയിൽസ് മാനേജർ ആൻഡ് സെയിൽസ്മാൻ, ട്രാവലിംഗ് എക്സ്പെൻസസ്, റെൻറ്റ്, ഇൻഷുറൻസ്, ഡിപ്രീസിയേഷൻ ഓഫ് ഷോറൂം, അഡ്വർടൈസിംഗ് ആൻഡ് പബ്ലിസിറ്റി എക്സ്പെൻസസ്, ബാഡ് ഡെപ്റ്റ് റിട്ടേൺ ഓഫ്, expenses incurred for entertaining customers, after sales service expenses, commission and discount allowed to customers. These are the examples of selling overhead. ഇതൊക്കെ സെല്ലിംഗ് ഓവർഹെഡിനുള്ള എക്സാമ്പിളാണ്. നെക്സ്റ്റ് ടോപ്പിക്കാണ് നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ആണ്. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡിലെ it refers to all indirect costs incurred in connection with distributing the goods and services from production department to consumption department. It includes all indirect material, indirect labor and indirect expenses incurred for dispatching goods from the factory to the consumers. Distribution overhead, that means rent, insurance, depreciation of warehouse, salaries of warehouse, packing expenses, transportation charges, expenses of delivery van, cost of repairing and recondition of empty containers. നിങ്ങൾ തീർച്ചയായിട്ടും ഈ എക്സാമ്പിൾ പഠിച്ചിരിക്കണം കേട്ടോ. ഈ എക്സാമ്പിളാണ് നമുക്ക് സാധാരണ ക്വസ്റ്റ്യനിൽ ഇട്ട് തരിക. റിപ്പയേഴ്സ്, ഇവിടെ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തരുമ്പോൾ പ്രിപ്പയർ ദ കോസ്റ്റ് ഷീറ്റ്. വൺ ഓഫ് ദി എക്സാമ്പിൾ ഈസ് കോസ്റ്റ് ഓഫ് റിപ്പയറിംഗ് ആൻഡ് റീകണ്ടീഷൻ ഓഫ് എംറ്റി കണ്ടെയ്നേഴ്സ്. എംറ്റി കണ്ടെയ്നേഴ്സിൽ ഫില്ല് ചെയ്യാനായിട്ടുള്ള ചാർജ്, അത് എവിടെ എഴുതുക? അപ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ ഇത് സെയിൽസിലാണോ എഴുതുക, ഫാക്ടറിയിലാണോ എഴുതുക, ഓഫീസ്? അപ്പോൾ അവിടെ ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് ആണ്. കണ്ടോ? അപ്പോൾ ഓരോ എക്സ്പെൻസ് കണ്ടു കഴിഞ്ഞാലും ആ എക്സ്പെൻസിൻ്റെ നേച്ചർ മനസ്സിലാക്കിയിട്ട് ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് എഴുതേണ്ടതെന്ന് നമ്മളാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് പറയുന്നത്, ഓരോന്ന് പറയുമ്പോഴും അതിൻ്റെ എക്സാമ്പിൾ പഠിക്കാൻ പറയുന്നത്. അതുകൊണ്ടാണ് ആ എക്സാമ്പിൾ പറഞ്ഞു കഴിയുമ്പോഴാണ് നമുക്കത് ഇന്ന സെക്ഷനിലേക്ക് നമുക്കത് ഫോർവേഡ് ചെയ്യാമെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ, ഇനിയിപ്പോൾ ഇവിടെ 4 പോയിൻറ്റുകളല്ലേ നമ്മൾ പറഞ്ഞത്. 4 പോയിൻ്റ് ഏതാ? ഫസ്റ്റ് പറഞ്ഞത് ഫാക്ടറി ഓവർ ഹെഡ് പറഞ്ഞു, പിന്നെ ഓഫീസ് ഓവർ ഹെഡ് പറഞ്ഞു, സെല്ലിംഗ് ഓവർ ഹെഡ് പറഞ്ഞു, ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് പറഞ്ഞു. ദെൻ അവിടെ ഫാക്ടറി ഓവർ ഹെഡ് എന്ന് പറയുമ്പോൾ ഓൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് റിലേറ്റഡ് ടു ഫാക്ടറി, ദറ്റ് ഈസ് കോൾഡ് ആസ് ഫാക്ടറി ഓവർ ഹെഡ്. All indirect expenses, that is indirect material, indirect labor, indirect expenses closely related to office and administrative department, that is also called as office and administration overhead എന്നുള്ള പേരിലാണ് പറയാം. അതേപോലെ തന്നെ all indirect expenses such as indirect material, indirect labor, indirect expenses closely related to selling department, that cost is called as selling overhead. ദെൻ ലാസ്റ്റ് വൺ ഡിസ്ട്രിബ്യൂഷൻ. ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ വിതരണവുമായി ബന്ധപ്പെട്ടിട്ട്, ഡിസ്ട്രിബ്യൂഷൻ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഡിസ്ട്രിബ്യൂഷൻ ചാനൽ, ദാറ്റ് മീൻസ് ദ പ്രോസസ് ഓഫ് എക്സ്ചേഞ്ച് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫ്രം മാനുഫാക്ചേഴ്സ് ടു അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സ്. മാനുഫാക്ചേഴ്സിൻ്റെ കയ്യിലുള്ള സാധനങ്ങളെ കൺസ്യൂമേഴ്സിൻ്റെ കയ്യിലേക്ക് എത്തിക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മളവിടെ എന്താ പറയുക, ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുക. ആ ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ ഉണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഇത് ഇൻഡയറക്റ്റ് എക്സ്പെൻസിനെ പറയുന്ന പേരാണ് അവിടെ ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്. കണ്ടോ? അവിടെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ ഡിസ്ട്രിബ്യൂഷൻ പ്രോസസ്സ്, ഓവർ ഹെഡ് എന്ന് പറയുമ്പോൾ അവിടെ എന്താ, ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് അവിടെ. അപ്പോൾ ഏതൊക്കെ എക്സാമ്പിൾ ചോദിക്കുക? റെൻറ്റ്, ഇൻഷുറൻസ്, ഡിപ്രീസിയേഷൻ ഓഫ് വെയർഹൗസ്. ഈ വെയർഹൗസൊക്കെ ഏതുമായിട്ട് റിലേറ്റഡ് ആണ്? ഡിസ്ട്രിബ്യൂഷനായിട്ട്. ആളുകൾ സാധനങ്ങൾ ചോദിക്കുന്നവരെ നമുക്ക് സൂക്ഷിച്ച് വെക്കണം. ദെൻ അവിടെ വെയർഹൗസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. വെയർഹൗസ് പ്രൊവൈഡ്സ് ടൈം യൂട്ടിലിറ്റി, ട്രാൻസ്പോർട്ടേഷൻ ക്രിയേറ്റ്സ് പ്ലേസ് യൂട്ടിലിറ്റി ഒക്കെ പഠിച്ചിട്ടുണ്ട്. അവിടെ വെയർഹൗസ് നമുക്ക് ടൈം എന്ന് പറയുന്നത് നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും എപ്പോൾ ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് ആ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ദെൻ ഇറ്റ് പ്രൊവൈഡ്സ് വൺ ഓഫ് ദി സർവീസ് പ്രൊവൈഡഡ് ബൈ വെയർഹൗസ്. നല്ല പ്രോപ്പർ വെയർഹൗസിങ് ഫെസിലിറ്റീസ്, സംഭരിക്കാനുള്ള ഒരു ഫെസിലിറ്റി നമ്മൾ അറേഞ്ച് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ ആവശ്യപ്പെടുന്ന സമയത്ത് തന്നെ എല്ലാ പ്രൊഡക്റ്റുകളും നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആവുന്നത്. കണ്ടോ? അവിടെ നമ്മളപ്പോൾ പറയുക ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡാണ്. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡിന് എക്സാമ്പിൾ എന്താ പറയുക? റെൻറ്റ്, ഇൻഷുറൻസ് ആൻഡ് ഡിപ്രീസിയേഷൻ ഓഫ് വെയർഹൗസ്, സാലറീസ് ഓഫ് വെയർഹൗസ് സ്റ്റാഫിൻ്റെ സാലറി, പാക്കിംഗ് എക്സ്പെൻസസ്, പാക്കേജ് എക്സ്പെൻസസ്, ട്രാൻസ്പോർട്ടേഷൻ ചാർജസ്, expenses of delivery van, cost of repairing and reconditioning of empty containers. അപ്പോൾ ഞാൻ ഒന്നുകൂടെ എക്സാമ്പിൾസ് മാത്രം പറയുന്നുണ്ട്, നന്നായിട്ട് ശ്രദ്ധിക്കുക, നോട്ട്ബുക്കിൽ കുറിച്ച് വയ്ക്കുക. 3-4 തവണ നിങ്ങളത് വായിച്ചു നോക്കുക, അത് ബൈ ഹാർട്ട് ചെയ്യുക. അതിനുശേഷമാണ് നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഫാക്ടറി ഓവർഹെഡ് എന്ന് പറയുമ്പോൾ ഏതാ വരിക? ഫാക്ടറി ഓവർഹെഡിലെ
indirect material, indirect labor, rent, rate, insurance of factory building. Then repairs and maintenance of factory building and plant and machinery, depreciation of factory building and plant and machinery, factory lighting and heating, work managers salary, idle time and overtime wages of workers, stationery and telephone expenses of factory. അവിടെ നമുക്കൊരു ഈസി ആയിട്ടുള്ളൊരു കാര്യം, ഫാക്ടറി എന്നുള്ള വേർഡ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഈ പറയുന്ന എക്സ്പെൻസുകളെല്ലാം തന്നെ ഫാക്ടറിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസുകളാണെന്ന് മനസ്സിലാവും അല്ലേ. അപ്പോൾ അതുകൊണ്ട് അത് ഇത്തിരി ഈസി ആയിട്ട് മനസ്സിലാവും. പിന്നെ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസിന്, ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡിന് എക്സാമ്പിൾ ഏതാ ചോദിക്കുമ്പോൾ സാലറീസ് ഓഫ് ജനറൽ മാനേജർ, അഡ്മിനിസ്ട്രേറ്റീവ് മാനേജർ, ഓഫീസ് മാനേജേഴ്സ്, ഓഫീസ് എംപ്ലോയീസ്, കണ്ടോ എല്ലാം ഓഫീസുമായിട്ട് റിലേറ്റഡ് ആണ്. റെൻറ്റ്, റേറ്റ്, ഇൻഷുറൻസ് ഓഫ് ഓഫീസ് ബിൽഡിംഗ്, പിന്നെ റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഓഫീസ് ബിൽഡിംഗ്, ഡിപ്രീസിയേഷൻ ഓഫ് ഓഫീസ് ബിൽഡിംഗ് ആൻഡ് ഫർണിച്ചർ, സ്റ്റേഷനറി ആൻഡ് ടെലിഫോൺ എക്സ്പെൻസസ് ഓഫ് ഓഫീസ്. അവിടെയൊക്കെ നിങ്ങൾക്ക് ഓഫീസ് എന്ന് പറയുന്ന ടേമുമായിട്ട് റിലേറ്റഡ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ദെൻ ഓഫീസ് ലൈറ്റിംഗ് ആൻഡ് ഹീറ്റിംഗ്, ഓഫീസിലെ ലൈറ്റിങ്ങോ ഹീറ്റിങ്ങോ. പിന്നെ അതുപോലെ തന്നെ ഡയറക്ടേഴ്സ് ഫീസ്, ഓഡിറ്റ് ഫീസ്, ലീഗൽ ചാർജസ്, ഇതൊക്കെ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസിന് എക്സാമ്പിളാണ്. ദെൻ സെല്ലിംഗ് ഓവർഹെഡ്, സെല്ലിംഗ് ഓവർഹെഡ് എന്താ പറയുക? ഇറ്റ് റെഫേഴ്സ് ടു ഓൾ ഇൻഡയറക്റ്റ് കോസ്റ്റ് ഇൻഗേർഡ് ഇൻ കണക്ഷൻ വിത്ത് സെല്ലിംഗ് ഫംഗ്ഷൻ. സെല്ലിംഗ് പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതിനെയാണ് സെല്ലിംഗ് ഓവർഹെഡ് എന്ന് പറയുക. അതിന് ഏതാ ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, എന്താ എക്സാമ്പിൾ പറയുക? കണ്ടോ, സാലറീസ് ആൻഡ് അലവൻസസ് ഓഫ് സെയിൽസ് മാനേജർ. അപ്പോൾ നമുക്ക് സുഖമാണ്, സെയിൽസ് മാനേജറുടെ സാലറി. അപ്പോൾ നമുക്ക് ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ എഴുതാം? സെയിൽസ് ഓവർഹെഡ് ആണത്. സെയിൽസ് ഇൻഡയറക്റ്റ് എന്ന് പറയുന്ന സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് എഴുതേണ്ടത്. കണ്ടോ, അങ്ങനെയാണ് നമ്മൾ ട്രാവലിംഗ് എക്സ്പെൻസസ് എന്ന് മാത്രം പറയുകയാണെങ്കിൽ അങ്ങനെ പറയില്ല. ട്രാവലിംഗ് എക്സ്പെൻസസ് എന്ന് പറയുമ്പോൾ ട്രാവലിംഗ് എക്സ്പെൻസസ് സെയിൽസ് ആണോ ഡിസ്ട്രിബ്യൂഷൻ ആണോ എന്ന് വ്യക്തമാക്കി പറഞ്ഞിരിക്കും. അതിലും എന്ത് വരാം? എല്ലാത്തിലും ട്രാവലിംഗ് എക്സ്പെൻസ് വരാം. പിന്നെ റെൻറ്റ്, ഇൻഷുറൻസ് ആൻഡ് ഡിപ്രീസിയേഷൻ ഓഫ് ഷോറൂം. ഷോറൂം എന്ന് പറയുമ്പോൾ ഓഫീസ് എന്ന് പറയുമ്പോൾ ഓഫീസ് ഹെഡിൽ കൊണ്ടുപോയിട്ട് എഴുതാം. ഇവിടെ സെല്ലിംഗ്, അതായത് ഷോറൂം എന്ന് പറയുമ്പോൾ വിൽക്കാനുള്ള സ്ഥലമാണ്. ആ ഷോറൂം അറേഞ്ച് ചെയ്യുക, അതുമായി ബന്ധപ്പെട്ട എക്സ്പെൻസുകൾ, ആ ഷോറൂമിന് വേണ്ടി വരുന്ന റെൻറ്റ് കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ അതെന്താണ്? സെല്ലിംഗ് എക്സ്പെൻസുകളാണ്. പിന്നെ അഡ്വർടൈസിങ് ആൻഡ് പബ്ലിസിറ്റി എക്സ്പെൻസസ് ആണ്. അഡ്വർടൈസിങ് റിലേറ്റഡ് ടു സെല്ലിംഗ്, കണ്ടോ. അതേപോലെ തന്നെ പബ്ലിസിറ്റി, അത് സെയിൽസുമായി ബന്ധപ്പെട്ടതാണ്. ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കിട്ടാക്കടങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ബാഡ് ഡെപ്റ്റ് റിട്ടേൺ ഓഫ്. ദെൻ സെയിൽസുമായി ബന്ധപ്പെട്ടതാണ്. എക്സ്പെൻസസ് ഇൻഗേർഡ് ഫോർ എൻ്റർടൈനിങ് കസ്റ്റമേഴ്സിനെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലവഴിക്കുന്ന, അപ്പോൾ സാധാരണ തന്നെ അവർ വാച്ചിങ് ടി വി, മ്യൂസിക് അതൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യാന്നുണ്ടെങ്കിൽ എക്സ്ട്രാ നമ്മൾ അതിന് വേണ്ടി വരുന്ന ചാർജസുകളൊക്കെ സെയിൽസുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അത് സെയിൽസ് ഹെഡിലാണ് നമ്മൾ ഉൾപ്പെടുത്തുക. പിന്നെ ആഫ്റ്റർ സെയിൽസ് സർവീസ് എക്സ്പെൻസസ്, അതായത് ആഫ്റ്റർ സെയിൽസ് സർവീസ് ഗ്യാരണ്ടി, വാറണ്ടി എന്നൊക്കെ പറയുന്ന എക്സ്പെൻസുകളൊക്കെ ഉണ്ടാവാം. അതൊക്കെ ആഫ്റ്റർ റിപ്പയേഴ്സൊക്കെ വരാം. ഇതൊക്കെ ആഫ്റ്റർ സെയിൽസ് സർവീസാണ്. ഇതെല്ലാം സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസുകളാണ്. പിന്നെ ആഫ്റ്റർ സെയിൽസ് സർവീസ്, ദെൻ കമ്മീഷൻ ആൻഡ് ഡിസ്കൗണ്ട് അലൗഡ് ടു കസ്റ്റമേഴ്സിന് നമ്മൾ അനുവദിച്ചിരിക്കുന്ന കമ്മീഷനോ ഡിസ്കൗണ്ടോ ഒക്കെ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് എഴുതാവുന്ന പോയിൻറ്റ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് സെല്ലിംഗ് ഓവർഹെഡ് മനസ്സിലായി. ഇനി ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡിൽ എന്താ എഴുതുക? ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡിൽ ഓൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ക്ലോസ്ലി റിലേറ്റഡ് ടു distribution of goods and services, that cost is called as distribution overhead. അതിൽ വരുന്ന എക്സാമ്പിൾസ് ഏതൊക്കെയാ? ദെൻ റെൻറ്റ്, ഇൻഷുറൻസ് ആൻഡ് ഡിപ്രീസിയേഷൻ ഓഫ് വെയർഹൗസ്, സാലറീസ് ഓഫ് വെയർഹൗസ് സ്റ്റാഫ്, പാക്കിംഗ് എക്സ്പെൻസസ്, ട്രാൻസ്പോർട്ടേഷൻ ചാർജസ്, എക്സ്പെൻസസ് ഓഫ് ഡെലിവറി വാൻ, കോസ്റ്റ് ഓഫ് റിപ്പയേഴ്സ് ആൻഡ് റീകണ്ടീഷനിങ് എംപ്റ്റി കണ്ടെയ്നേഴ്സ്. അപ്പോൾ ഇത്രയും ഈ എക്സ്പെൻസുകൾ തീർച്ചയായിട്ടും നിങ്ങൾ നോട്ട്ബുക്കിൽ കുറിച്ച് വെച്ചിരിക്കണം. എല്ലാം ഒരു നോട്ട് തയ്യാറാക്കുന്ന പോലെ തന്നെ അത് നോട്ട് തയ്യാറാക്കിയിരിക്കണം. ദെൻ ഫാക്ടറി ഓവർഹെഡ്, ഓഫീസ് ഓവർഹെഡ്, സെല്ലിംഗ് ഓവർഹെഡ്, ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്, ഇത്രയാണ് നമുക്ക് അതിൽ പറയാനുള്ളത്. നെക്സ്റ്റ് ടോപ്പിക് ഡിവിഷൻ ഓഫ് കോസ്റ്റ്. Division of cost, we have seen that cost can be classified into different elements such as material, labor and overhead. Each can further divide into direct and indirect cost.
These elements of cost can be conveniently grouped under different divisions for preparing a cost statement. Following are the various division of cost, that means prime cost, factory cost, cost of production and total cost. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഡിവിഷൻ ഓഫ് കോസ്റ്റ് ആണ്. അതായത് കോസ്റ്റ് എങ്ങനെയാണ് ടോട്ടൽ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുക, അതിൻ്റെ കോസ്റ്റ് ക്ലാസിഫിക്കേഷനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇനി പഠിക്കുന്നത്. ആ ഡിവിഷൻ ഓഫ് കോസ്റ്റിലെ നമുക്ക് 4 കാറ്റഗറീസിലാണ് കിടക്കുന്നത്. പ്രൈം കോസ്റ്റ്, ഫാക്ടറി കോസ്റ്റ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ടോട്ടൽ കോസ്റ്റ്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ. ദെൻ ഫസ്റ്റ് വൺ ഈസ് പ്രൈം കോസ്റ്റ്. Prime cost refers to the total of direct material, direct labor and direct expenses. That is also called as prime cost. എന്താ prime cost എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ prime cost refers to total of direct material, direct expenses, direct labor. ഇവിടെ ആദ്യത്തെ ക്ലാസിഫിക്കേഷനിലെ പ്രൈം കോസ്റ്റ് അതാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ പ്രൈം കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈം കോസ്റ്റ് refers to total of direct material, direct labor and direct expenses. It is thus the total of all direct cost which can be identified with a particular product or job. Prime cost is also known as first cost, flat cost or direct cost. Generally, prime cost occupies a major part of the total cost of an article. Prime cost is equal to direct material, direct labor and direct expenses. അപ്പോൾ എന്താണ് പ്രൈം കോസ്റ്റ് എന്ന് അറിഞ്ഞിരിക്കണം. പ്രൈം കോസ്റ്റ് മീൻസ് ദ ടോട്ടൽ ഓഫ് ഓൾ ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ ആൻഡ് ഡയറക്റ്റ് എക്സ്പെൻസസ്. അതായത് ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും ഡയറക്റ്റ് എക്സ്പെൻസും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ആൻസറാണ് അതിൻ്റെ പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് പ്രൈം കോസ്റ്റ് ഈസ് ഈക്വൽ ടു ഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഡയറക്റ്റ് ലേബർ ആൻഡ് ഡയറക്റ്റ് എക്സ്പെൻസസ്. Then second one is factory cost. Next one is factory cost. Factory cost refers to total of prime cost and factory overhead. ഈ പ്രൈം കോസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ പ്രൈം കോസ്റ്റിൻ്റെ കൂടെ ഫാക്ടറി ഓവർഹെഡുകൾ ആഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഫാക്ടറി കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫാക്ടറി കോസ്റ്റ് മീൻസ് ഫാക്ടറി കോസ്റ്റ് refers to total of prime cost plus factory overhead. In addition to prime cost, it includes all indirect material, indirect labor and indirect expenses incurred in manufacturing operations. Factory cost is also known as works cost, manufacturing cost or production cost. That means factory cost is equal to prime cost plus factory overhead. പ്രൈം കോസ്റ്റിൻ്റെ കൂടെ ഫാക്ടറി ഓവർഹെഡുകൾ കൂടെ ആഡ് ചെയ്താൽ കിട്ടുന്ന ആൻസറിനെയാണ് നമ്മൾ എന്ത് പറയുക, ഫാക്ടറി കോസ്റ്റ് എന്ന് പറയുക. ഫാക്ടറി കോസ്റ്റ് ഈസ് ഓൾസോ നോൺ ആസ് വർക്ക്സ് കോസ്റ്റ്, മാനുഫാക്ചറിങ് കോസ്റ്റ് ആൻഡ് പ്രൊഡക്ഷൻ കോസ്റ്റ്. അതിന് നമ്മൾ വർക്ക്സ് കോസ്റ്റ് എന്നോ മാനുഫാക്ചറിങ് കോസ്റ്റ് എന്നോ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്നുള്ള പേരിലോ അറിയപ്പെടുന്നു. ദെൻ നെക്സ്റ്റ് വൺ ഈസ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. Cost of production refers to the total of factory cost and administration overhead. In addition to factory cost, it includes all office and administrative expenses. It is also known as office cost or office and administration cost. അതായത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് പ്രൈം കോസ്റ്റ് പറഞ്ഞു, ഫാക്ടറി കോസ്റ്റ് പറഞ്ഞു കഴിഞ്ഞു, അതിനുശേഷം നെക്സ്റ്റ് വണ്ണാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ റെഫേഴ്സ് ടു ടോട്ടൽ ഓഫ് ഫാക്ടറി കോസ്റ്റ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്. അതായത് ആദ്യം നമുക്ക് പ്രൈം കോസ്റ്റ് കിട്ടി. പ്രൈം കോസ്റ്റിൻ്റെ കമ്പോണൻ്റ് ഏതാ, ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസസ്. ഇത് മൂന്നും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസറിന് നമ്മൾ എന്താ പറയുക, പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നു. പ്രൈം കോസ്റ്റിൻ്റെ കൂടെ ഫാക്ടറി ഓവർഹെഡും കൂടെ ആഡ് ചെയ്യും. ആ ഫാക്ടറി ഓവർഹെഡ് ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസറിനെയാണ് നമ്മളെന്ത് പറയുക, ഫാക്ടറി കോസ്റ്റ് എന്ന് പറയുക. ഈ ഫാക്ടറി കോസ്റ്റിൻ്റെ കൂടെ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസുകൾ കൂടെ ആഡ് ചെയ്യും. ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസറാണ് ഏത്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് ഈക്വൽ ടു ഫാക്ടറി കോസ്റ്റ് പ്ലസ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്. എല്ലാ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്താൽ കിട്ടുന്നതാണ് എന്ത്, ദെൻ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. Then last one is total cost. Total cost എന്ന് പറയുന്നത്, total cost refers to the total of cost of production and selling and distribution overhead. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ കൂടെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് കൂടെ ആഡ് ചെയ്താൽ കിട്ടുന്ന ആൻസറാണ് ഇത് ടോട്ടൽ കോസ്റ്റ്. ഇറ്റ് ഇൻക്ലൂഡ്സ് all direct and indirect cost incurred in the manufacture and sale of goods. It is also known as cost of sales. Then അവിടെ ടോട്ടൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു
കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പ്ലസ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ്. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ കൂടെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് കൂടെ ആഡ് ചെയ്താൽ കിട്ടുന്ന ആൻസറാണ് ഇത് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. സം കോസ്റ്റ് അക്കൗണ്ടൻസ് ആഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ് ടു സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് ആൻഡ് ദ ടോട്ടൽ ഈസ് ട്രീറ്റഡ് ആസ് സിംഗിൾ എലമെൻറ്റ് ഓഫ് കോസ്റ്റ്. The total of administration overhead and selling and distribution overhead is also known as general overhead. When we add general overhead to the factory cost. Then നമുക്കിനി പഠിക്കാനുള്ളത് ദ റിലേഷൻ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ഡിവിഷൻസ് ഓഫ് കോസ്റ്റ്. ഡിഫറെൻറ്റ് ഡിവിഷൻസ് ഓഫ് കോസ്റ്റ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ നമുക്ക് നോക്കാം ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ഡിവിഷൻസ് ഓഫ് കോസ്റ്റ്. that is the format of cost sheet. Direct material plus direct labor plus direct expenses. Answer is prime cost. Prime cost plus factory overhead. Factory overhead എന്ന് പറയുമ്പോൾ ഫാക്ടറിയിലെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് കൂടെ ആഡ് ചെയ്യുന്നു. Then answer is factory cost. Factory cost plus administrative expenses, that is administrative overhead. Then answer is cost of production. Cost of production plus selling and distribution overhead. Then last answer is total cost. ഇങ്ങനെയാണ് നമ്മൾ ടോട്ടൽ കോസ്റ്റ് എത്തുക. പ്രൈം കോസ്റ്റ് പ്ലസ് ഫാക്ടറി ഓവർഹെഡ്, ദാറ്റ് ഈസ് ഫാക്ടറി കോസ്റ്റ്, പ്ലസ് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്, ദാറ്റ് ഈസ് കോൾഡ് ആസ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, plus selling and distribution expenses, that is also called as total cost. Prime cost, factory cost, then cost of production, total cost. ഇങ്ങനെ 4 പോയിൻറ്റ്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഒന്നുകൂടെ പറയണു ഏതൊക്കെയാണ്? പ്രൈം കോസ്റ്റ്, ഫാക്ടറി കോസ്റ്റ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ദെൻ ടോട്ടൽ കോസ്റ്റ്. അതെങ്ങനെ കിട്ടുക? അങ്ങനെയാണ് ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കുന്നത്. പ്രൈം കോസ്റ്റ് ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസസ്. ആൻസർ ഈസ് പ്രൈം കോസ്റ്റ്. Plus factory overhead, answer is factory cost, plus administrative and office and administrative overhead, then answer is cost of production. Cost of production plus selling and distribution expenses, answer is total cost. അപ്പോൾ ഇങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റിൻ്റെ ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കണമെന്ന് മനസ്സിലായല്ലോ. അതിന് ഏതൊക്കെ കമ്പോണൻസ് നമുക്ക് ഓർമ്മയിൽ നിൽക്കേണ്ടത്? പ്രൈം കോസ്റ്റ്, ഫാക്ടറി കോസ്റ്റ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ടോട്ടൽ കോസ്റ്റ്. പ്രൈം കോസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കുക? ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസസ്. ഇത് മൂന്നും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈം കോസ്റ്റ്. പ്രൈം കോസ്റ്റിൻ്റെ കൂടെ ഫാക്ടറി ഓവർഹെഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫാക്ടറി കോസ്റ്റ്. ഫാക്ടറി കോസ്റ്റിൻ്റെ കൂടെ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പ്ലസ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ്, ആൻസർ ഈസ് ടോട്ടൽ കോസ്റ്റ്. ഇങ്ങനെ ഈ ടോട്ടൽ കോസ്റ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലസ് പ്രോഫിറ്റ്, ദറ്റ് ഈസ് എ സെല്ലിംഗ് പ്രൈസ്. അത് നമുക്കറിയാലോ. ടോട്ടൽ കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആണ് നമ്മൾ പറയുന്ന സെല്ലിംഗ് കോസ്റ്റ്. അങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റിന് വിലയിടുക എന്ന് പറയാം. അപ്പോൾ ഇതുവരെയുള്ള ടോട്ടൽ കോസ്റ്റിൻ്റെ ക്ലാസിഫിക്കേഷനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ then ഇവിടെ എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ വാട്ട് ആർ ദി കമ്പോണൻറ്റ്സ് ഇൻക്ലൂഡഡ് ഇൻ ദ ടോട്ടൽ കോസ്റ്റ്, ദാറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ്. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങൾ കോസ്റ്റിനെ കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ളൊരു ധാരണ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കണം അല്ലേ. then next topic, that is cost unit. ഇനി നമുക്കിതിൽ അറിയേണ്ടത് കോസ്റ്റ് യൂണിറ്റ്, കോസ്റ്റ് സെൻറ്റർ ആൻഡ് പ്രോഫിറ്റ് സെൻറ്റർ. ഈ 3 ടേം കൂടിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ദെൻ ഫസ്റ്റ് വൺ ഈസ് കോസ്റ്റ് യൂണിറ്റ്. കോസ്റ്റ് യൂണിറ്റ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് അസർട്ടൈൻഡ് ആൻഡ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് യൂണിറ്റ് ഓർ ക്വാണ്ടിറ്റി, യൂണിറ്റ് ഓഫ് ക്വാണ്ടിറ്റി ഓഫ് ദ ഗുഡ്സ് ആൻഡ് സർവീസസ്. That means cost of production is ascertained and expressed in terms of units of quantity of the goods and services. For this purpose, every item of goods or services should be divided into convenient unit of quantity. Such unit of quantity in terms which the cost is expressed is known as cost unit. Or cost unit is thus the unit of quantity in terms of which costs are ascertained and expressed. Then അവിടെ മനസ്സിലാക്കാം what is meant by cost unit. Cost unit means the unit of quantity. Cost unit means the unit of quantity in terms of which costs are ascertained and expressed. Cost unit depends on the type of industry and the nature of goods produced. Kilogram, liter, dozen, etc. A cost unit is defined as unit of product, service or time, or a combination of these in relation to which cost may be ascertained and expressed. സാധാരണ ചോദിക്കാറുള്ള 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യനാണ് വാട്ട് ഈസ് മെൻ ബൈ കോസ്റ്റ് യൂണിറ്റ്.
or what is meant by cost center എന്നൊക്കെ പറയുന്ന ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ കോസ്റ്റ് യൂണിറ്റ് ഈസ് thus the unit of quantity in terms of which cost are ascertained or expressed. ഒരു പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് എത്രയാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ യൂണിറ്റിലാണ് നമ്മളത് എക്സ്പ്രസ് ചെയ്യുക. ഏതിലായിരിക്കും അത് എക്സ്പ്രസ് ചെയ്യുക, അതിനെയാണ് നമ്മളതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ സാധാരണ കിലോഗ്രാം എന്ന് പറയുന്ന യൂണിറ്റാണ്, ലിറ്റർ യൂണിറ്റാണ്, ഡസൺ എന്ന് പറയുന്ന യൂണിറ്റാണ്, നമ്പേഴ്സ് എന്നൊക്കെ പറയാറുണ്ട്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അതിനെയാണ് അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വാട്ട് ഈസ് മെൻ, അതൊരിക്കലും തെറ്റരുത്. കോസ്റ്റ് യൂണിറ്റ് ഈസ് ദസ് ദ യൂണിറ്റ് ഓഫ് ക്വാണ്ടിറ്റി. Cost unit means the unit of quantity in terms of which costs are ascertained and expressed. ഓരോ സർവീസിൻ്റെയും അല്ലെങ്കിൽ ഓരോ പ്രോഡക്റ്റിൻ്റെയും കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുന്നതോ എക്സ്പ്രസ് ചെയ്യുന്നതോ ഏതിലാണോ അതിനെയാണ് നമ്മളവിടെ എന്ത് പറയുന്നത്, കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഏത് യൂണിറ്റിലാണോ? കോസ്റ്റ് യൂണിറ്റ് ഈസ് ദ യൂണിറ്റ് ഓഫ് ക്വാണ്ടിറ്റി ഇൻ ടേംസ് ഓഫ് which cost are ascertained and expressed. That is called as cost unit. എക്സാമ്പിൾ ഓർത്ത് വെച്ചാൽ മതി. കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ കിലോഗ്രാം, ലിറ്റർ, ഡസൺ അത് പറയുമ്പോൾ തന്നെ കോസ്റ്റ് യൂണിറ്റ് മനസ്സിലായി. അപ്പോൾ അവിടെ എന്താ കോസ്റ്റ് യൂണിറ്റ് മീൻസ് ദസ് യൂണിറ്റ് ഓഫ് കോസ്റ്റ് or unit of quantity in terms of which cost are ascertained and expressed. Then next one is, what are the different types of cost unit? Cost unit in example ആണ്. Cost unit can be divided into two types, simple cost unit and composite cost unit. Simple cost unit it is a unit which take into account only one aspect, that is the quantity of goods or services, kilogram, kilometer, liter, then ton etc. കോമ്പോസിറ്റ് കോസ്റ്റ് യൂണിറ്റിൽ ഇപ്പോൾ സാധാരണ കിലോഗ്രാം മാത്രമാണ് അല്ലെങ്കിൽ കിലോമീറ്റർ, ലിറ്റർ ഇത് മാത്രമാണ് പറയുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം, ദറ്റ് ഈസ് എ സിമ്പിൾ കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയാം. അതല്ല കോമ്പോസിറ്റ് കോസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ യൂണിറ്റ് വിച്ച് ടേക്സ് ഇൻ ടു അക്കൗണ്ട് ടു ആസ്പെക്ട്സ്, ദറ്റ് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് സർവീസ് ആൻഡ് ദ ലെങ്ത് ഓഫ് സർവീസ്, പാസഞ്ചർ കിലോമീറ്റർ, ടൺ മൈൽ, കിലോവാട്ട് അവർ, patient day, room day etc. It is a combination of two simple cost unit. Composite cost unit are generally used in service rendering undertaking. Composite cost unit are generally used in service rendering undertaking. സർവീസ് യൂണിറ്റുകളാണ് സാധാരണ കോമ്പോസിറ്റ് ആയിട്ടുള്ള കോസ്റ്റ് യൂണിറ്റ് കാണുക. അതായത് നമ്മൾ സാധാരണ ഇപ്പോൾ നമ്മൾ പറയില്ലേ റൂം റെൻറ്റ്, ഡേ, നൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യില്ലേ, ഒരു ദിവസം ഇത്ര രൂപയാണ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ദിവസവും അതുപോലെ തന്നെ അതിൻ്റെ റെൻറ്റും കൂടെ പറയുന്നുണ്ട്, ഇത്ര അവർ എന്ന് വെച്ചിട്ട് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓരോ കിലോമീറ്റർ ഇത്ര വെച്ചിട്ടാണ്, അപ്പോൾ എത്ര കിലോമീറ്റർ അങ്ങനെയൊക്കെ കണക്ക് കൂട്ടുകയെന്നുണ്ടെങ്കിൽ പാസഞ്ചർ എത്ര പാസഞ്ചേഴ്സ് ഉണ്ട്, എത്ര കിലോമീറ്റേഴ്സ് ഉണ്ട്, ഇത് ഇങ്ങനെ കണക്ക് കൂട്ടുമ്പോൾ അവിടെ എന്താണ് പാസഞ്ചേഴ്സും അതുപോലെ തന്നെ കിലോമീറ്റേഴ്സും കൂടെ വരികയാണ്. അപ്പോൾ അവിടെ എന്ത് കൂടുകയാണ്. അപ്പോൾ അങ്ങനെ രണ്ട് സിമ്പിൾ യൂണിറ്റുകളുടെ കോമ്പിനേഷനെയാണ് നമ്മൾ എന്താ പറയുക, കോമ്പോസിറ്റ് കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും മനസ്സിലാക്കാനുള്ളൂ. വാട്ട് ഈസ് മെൻ ബൈ കോസ്റ്റ് യൂണിറ്റ്? കോസ്റ്റ് യൂണിറ്റ് ഈസ് ദസ് ദ യൂണിറ്റ് ഓഫ് ക്വാണ്ടിറ്റി ഇൻ ടേംസ് ഓഫ് which cost are ascertained or expressed. It may be kilometer, kilogram, liters, dozens, numbers etc. Then next point is cost center. Cost center means costs are accumulated and ascertained in respect of each department or division. Such a part of an organization used for the cost ascertainment and cost control is called as cost center. Cost center എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ പ്ലേസാണ്. ഈ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അതെവിടെയാണോ സെൻറ്റർ, ആ സെൻറ്ററിനെയാണ് കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുക. കോസ്റ്റ് ആർ അക്യുമുലേറ്റഡ് ആൻഡ് അസർട്ടൈൻഡ്. Costs are accumulated and ascertained in respect of each department or division. Such a part of an organization used for a cost ascertainment and cost control is called as cost center. Each cost center is the control of cost relating to that center. Division of an organization into cost center makes the ascertainment and control of cost more easy. Then നമുക്ക് അതിൻ്റെ ഡെഫിനിഷൻ ICMAയുടെ ഡെഫിനിഷൻ നോക്കാം. കോസ്റ്റ് സെൻറ്റർ. Cost center is a location, person or an item of an equipment. Cost may be ascertained and used for the purpose of cost control. Or according to this definition, cost center is a department, a person, group of persons or machines or group of machines in respect of which costs are ascertained and used for cost control.
ഒരു പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുമ്പോൾ അത് ഏതൊരു ഡിപ്പാർട്ട്മെൻറ്റിലാണ്, ഏതൊരു മേഖലയിലാണ് എന്ന് അസർട്ടൈൻ ചെയ്യുന്ന ആ പർട്ടിക്കുലർ പ്ലേസിനെയാണ് നമ്മളോട് എന്ത് പറയുന്നത്, ദെൻ കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുന്നത്. കോസ്റ്റ് സെൻറ്റർ മേ ബി എ ഡിപ്പാർട്ട്മെൻറ്റ്, എ പേഴ്സൺ ഓർ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് or a machine or group of machines in respect of which cost are ascertained. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കോസ്റ്റ് യൂണിറ്റും കോസ്റ്റ് സെൻറ്ററും വ്യത്യാസമുണ്ട്. കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് എവിടെയാണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആ സെൻറ്ററിനെയാണ് അവിടുത്തെ കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുന്നത്. ബി എന്ന് പറയുന്ന പ്രൊഡക്റ്റ് എവിടെയാണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആ സെൻറ്ററിനെയാണ് അതിൻ്റെ സർവീസ് പ്രൊഡക്ഷൻ സെൻറ്റർ എന്ന് പറയുക. അപ്പോൾ ദെൻ എവിടെയാണോ അതൊരു പർട്ടിക്കുലർ ലൊക്കേഷൻ ആവാം, അല്ലെങ്കിൽ പർട്ടിക്കുലർ പേഴ്സൺ ആവാം, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ആവാം, ഇവരൊക്കെ അസംബിൾ ചെയ്തുള്ള ആ സെൻറ്ററിനെയാണ് നമ്മൾ എന്ത് പറയുക, കോസ്റ്റ് സെൻറ്റർ. കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് യൂണിറ്റ് ഓഫ് ക്വാണ്ടിറ്റി വിച്ച് കോസ്റ്റ് ആർ അസർട്ടൈൻഡ് ആൻഡ് എക്സ്പ്രസ്ഡ്. ആ കോസ്റ്റ് എങ്ങനെ ഏത് യൂണിറ്റിലാണോ എക്സ്പ്രസ് ചെയ്യുന്നത് അതിനെയാണ് കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുക. അപ്പോൾ അത് രണ്ടും വ്യത്യാസം മനസ്സിലാക്കണം. കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് മെഷർമെൻ്റ് ആണ് എന്നുള്ളതും കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ പ്ലേസോ പർട്ടിക്കുലർ പേഴ്സൺസോ കമ്പൈൻ ടുഗദർ, അവർ കമ്പൈൻ ചെയ്തുകൊണ്ട് ചെയ്യുന്നൊരു പ്രോസസ്സ്, ആ ഒരു ഏരിയയാണ് നമ്മളെന്ത് പറയുക, കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുന്നത്. ദെൻ വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോസ്റ്റ് സെൻറ്റേഴ്സ്? കോസ്റ്റ് സെൻറ്റേഴ്സിലെ പ്രൊഡക്ഷൻ കോസ്റ്റ് സെൻറ്റർ, സർവീസ് കോസ്റ്റ് സെൻറ്റർ, പ്രോസസ് കോസ്റ്റ് സെൻറ്റർ, operational cost center, personal cost center, impersonal cost center. These are the examples of cost centers. Production cost center it is a center in which production or manufacturing activities carried out. That is a production cost center. Service cost center, it is a center which is engaged in providing services to other cost centers, powerhouse, storeroom, repairs and maintenance department, etc. Then process cost center. Process cost center is a center which a specific process or continuous sequence of operation is carried out. Operation cost center, that is a welding, cutting, etc. That is the operation cost center. Personal cost center, it is a center which consists of persons or group of persons, foremen, supervisors, sales managers, salesmen, etc. Impersonal cost center. That is a center in which consists of location or an item of equipment or group of equipment, etc. Sales department, welding machines, etc. What is the difference between, important ആണ്, what is the difference between cost center and cost unit? Cost center is a part of organization. Then cost unit is a unit of commodity. കണ്ടോ വ്യത്യാസമുണ്ട്. കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ഓർഗനൈസേഷൻ. കോസ്റ്റ് യൂണിറ്റ് ഈസ് എ യൂണിറ്റ് ഓഫ് കമ്മോഡിറ്റി ഓർ സർവീസ്. കോസ്റ്റ് ആർ അക്യുമുലേറ്റഡ് ബൈ കോസ്റ്റ് സെൻറ്റർ. ദെൻ കോസ്റ്റ് ആർ എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് കോസ്റ്റ് യൂണിറ്റ്. ഇവിടെ കോസ്റ്റ് ആർ അക്യുമുലേറ്റഡ് ബൈ, കോസ്റ്റ് എങ്ങനെ കണക്കാക്കാൻ ചോദിക്കുമ്പോൾ അത് ഏതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്, കോസ്റ്റ് സെൻറ്ററുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ബട്ട് കോസ്റ്റ് ആർ എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് കോസ്റ്റ് യൂണിറ്റ്. കോസ്റ്റ് എങ്ങനെയാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുക, ഇറ്റ് ഈസ് റിലേറ്റഡ് ടു കോസ്റ്റ് യൂണിറ്റ്. ദർ ഈസ് എ സെക്കൻഡ് ഡിഫറൻസ്. തേർഡ് വൺ, ദ പർപ്പസ് ഓഫ് കോസ്റ്റ് സെൻറ്റർ ഈസ് കോസ്റ്റ് അസർട്ടൈൻമെൻറ്റ് ആൻഡ് കോസ്റ്റ് കൺട്രോൾ. കോസ്റ്റ് കണക്കാക്കാനോ അതോ അല്ലെങ്കിൽ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യാനോ കോസ്റ്റ് കൺട്രോളിങ്ങിനോ വേണ്ടിയിട്ടാണ് കോസ്റ്റ് സെൻറ്റർ. അപ്പോൾ ദ പർപ്പസ് ഓഫ് കോസ്റ്റ് സെൻറ്റർ ഈസ് കോസ്റ്റ് അസർട്ടൈൻമെൻറ്റ് ആൻഡ് കോസ്റ്റ് കൺട്രോൾ. ദ പർപ്പസ് ഓഫ് കോസ്റ്റ് യൂണിറ്റ് ഈസ് അസർട്ടൈൻമെൻറ്റ് ആൻഡ് എക്സ്പ്രഷൻ ഓഫ് കോസ്റ്റ്. ദെൻ ലാസ്റ്റ് പോയിന്റ് ഈസ് selection of cost center depends upon the type of industry. Selection of cost unit depends upon type of product. കോസ്റ്റ് സെൻറ്റർ ഒരു ഇൻഡസ്ട്രിയുടെ നേച്ചറുമായിട്ട് റിലേറ്റഡ് ആയിരിക്കുന്നു. എന്നാൽ കോസ്റ്റ് യൂണിറ്റ് ഏതുമായിട്ട് റിലേറ്റഡ് ആണ്, പ്രൊഡക്റ്റ് ഓർ സർവീസുമായിട്ട് ക്ലോസ്ലി റിലേറ്റഡ് ആണ്. ദെൻ നെക്സ്റ്റ് ടോപ്പിക് ഈസ് പ്രോഫിറ്റ് സെൻറ്റർ. Profit center is a segment of activity of an organization which is responsible for making profit. The main aim of profit center is to maximization of profit. Profit center is a segment of activity of an organization which is responsible for making profit. Profit create ചെയ്യുക എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വൺ ഓഫ് ദി ആക്ടിവിറ്റിയാണ് അവിടെ എന്ത് പറയുന്നത്, പ്രോഫിറ്റ് സെൻറ്റർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സെൻറ്റർ റെസ്പോൺസിബിൾ ഫോർ ബോത്ത് റവന്യൂ ആൻഡ് കോസ്റ്റ് ആൻഡ് ദെയർബൈ profit for a particular industry activity. It is a type of responsibility center. It fixes the responsibility for an individual to make a profit. It is the responsibility of a profit center to decrease cost, increase revenue and hereby maximize the profit. Profit center is used for measuring the performance of individuals in charge of the center. What is the difference between profit center and cost center?
Cost center are created for the convenience of cost ascertainment and cost control. Profit centers are created for fixing responsibility to individual for creating the profit. Second difference is cost centers aim is cost ascertainment and cost control. Profit centers aim is profit maximization. Cost center deals with cost only. Profit center deals with cost and revenue. Cost centers have no target cost, but profit centers have target profit. Cost centers is generally smaller than profit center. There may be number of cost centers in a profit center. ഒരു പ്രോഫിറ്റ് സെൻറ്ററിൻ്റെ കീഴിൽ തന്നെ ഒരുപാട് കോസ്റ്റ് സെൻറ്റേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് രണ്ടുമാണ് അവിടെ പ്രോഫിറ്റ് സെൻറ്ററും കോസ്റ്റ് സെൻറ്ററും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ദെൻ ടുഡേയ്സ് കൺക്ലൂഷൻ, നമ്മൾ ഇന്നെടുത്തിരിക്കുന്ന ടോപ്പിക്ക് നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം. ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്? ഓവർ ഹെഡ് ഡിസ്ട്രിബ്യൂഷനാണ്. ഓവർ ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആർ ഓൾസോ കോൾഡ് ആസ് ഓവർ ഹെഡ്. അതിൽ നമ്മൾ പഠിച്ചിരിക്കുന്നത് ഫസ്റ്റ് വൺ ഈസ് ഫാക്ടറി ഓവർ ഹെഡ്, സെക്കൻഡ് വൺ ഈസ് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ്, തേർഡ് വൺ ഈസ് സെല്ലിംഗ് ഓവർ ഹെഡ്, ആൻഡ് ഫോർത്ത് വൺ ഈസ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്. ദെൻ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഡിവിഷൻ ഓഫ് കോസ്റ്റ്. ഡിവിഷൻ ഓഫ് കോസ്റ്റിലെ പ്രൈം കോസ്റ്റ്, ഫാക്ടറി കോസ്റ്റ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ടോട്ടൽ കോസ്റ്റ്. ദെൻ പ്രൊഫോമ ഓഫ് എ കോസ്റ്റ് ഷീറ്റ് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസസ്. ദർ ഈസ് ടോട്ടൽ ഓഫ് ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസസ് ഈസ് കോൾഡ് ആസ് പ്രൈം കോസ്റ്റ്. പ്രൈം കോസ്റ്റ് പ്ലസ് ഫാക്ടറി ഓവർ ഹെഡ് ഈസ് കോൾഡ് ആസ് ഫാക്ടറി കോസ്റ്റ്, പ്ലസ് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ് ഈസ് കോൾഡ് ആസ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. Then plus selling and distribution expenses, that is also called as total cost. That is called as division of cost. Next topic is what is meant by cost unit. Then what is meant by cost center. What are the difference between cost center and cost unit. Then next topic is what is meant by profit center and what is the difference between profit center and cost center. ഇത്രയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. നന്നായിട്ട് വായിച്ചു നോക്കുക. നല്ല ഇമ്പോർട്ടൻ്റ് ഉള്ള ടോപ്പിക്കാണ്. സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു ആൾ.